കാലവർഷം ശക്തമായതോടെ ജില്ലാ ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് ജില്ലയിലെ മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായി. മൺസൂൺ ടൂറിസം ആസ്വദിക്കാനായി ഹോട്ടലുകളിൽ മുൻകൂറായി മുറികൾ ബുക്ക് ചെയ്തിരുന്ന ട്രാവൽ ഏജൻസികളും വിനോദസഞ്ചാരികളും ഇവ വ്യാപകമായി റദ്ദാക്കി. ഇതുവരെ 60% ബുക്കിംഗുകളും റദ്ദാക്കിയതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നും മലേഷ്യയിൽ നിന്നുമുള്ളവരാണ് മൺസൂൺ ആസ്വദിക്കുവാനായി മുൻകൂട്ടി മുറികൾ ബുക്ക് ചെയ്തിരുന്നത്. നിപ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കഴിഞ്ഞ 4 വർഷമായി അറബ് സഞ്ചാരികളുടെ വരവ് നിലച്ചിരുന്നു. എന്നാൽ ഇത്തവണ മികച്ച ബുക്കിംഗ് ആണ് ലഭിച്ചിരുന്നത്. സുരക്ഷ മുൻനിർത്തി യാത്രകൾ ഒഴിവാക്കണമെന്ന ഉത്തരവും ഗതാഗത നിയന്ത്രണങ്ങളും വിദേശികളുടെ സന്ദർശനത്തെ ബാധിച്ചു. ഇതുവരെ 60%-ലധികം ബുക്കിംഗുകളും റദ്ദാക്കിയതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. മറ്റ് നിരോധനങ്ങൾ ടൂറിസം രംഗത്തെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഗ്യാപ് റോഡിലെ നിയന്ത്രണം വരുമ്പോൾ ഇടുക്കി ജില്ല മുഴുവനാണ് നിയന്ത്രണങ്ങൾ. ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ അത് ജില്ല മുഴുവനാക്കുമ്പോൾ ഇങ്ങോട്ടെത്തുന്ന വിനോദസഞ്ചാരികൾ വരവ് കുറയുകയും മറ്റു യാത്രക്കാർ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നിലവിൽ ഉള്ള ബുക്കിങ്ങുകൾ എല്ലാം ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖല ഒരു പരിധിവരെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ആഘാതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം നിരോധനങ്ങൾ ഓരോ സ്ഥലത്തെപ്പറ്റി പഠിച്ച് ആ ഒരു പ്രദേശത്ത് മാത്രമാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിലെങ്കിലും യാത്ര ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിക്കും. പക്ഷേ ഇത് ജില്ല മുഴുവൻ വരുന്നത് കൊണ്ട് ആ ജില്ലയിലോട്ടുള്ള യാത്രകൾ തന്നെ ആൾക്കാരെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിനോദയാത്രകൾ ഒഴിവാക്കണമെന്ന അധികൃതരുടെ ഉത്തരവ് കോവിഡിന് ശേഷം പച്ചപിടിച്ചു വരുന്ന ജില്ലയിലെ മൺസൂൺ ടൂറിസത്തിന് കനത്ത തിരിച്ചടിയാണ്. വിനോദസഞ്ചാര മേഖലയിലുള്ളവരുടെ ആശങ്കകൾ കൂടി പരിഹരിച്ച് വേണം ഇത്തരം ഉത്തരവുകൾ ഇറക്കേണ്ടതെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അല്ലാത്തപക്ഷം ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും ഇല്ലാതാകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.